ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കണം. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ പറയാൻ ഇത്തിരി വൈകി, വേറൊന്നല്ല, ഞാൻ തലവേദനിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ക്ഷമിക്കല്ലോ. അപ്പോൾ ആദ്യമേ പിന്നെ പറയട്ടെ, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കണേ. അപ്പോൾ ആദിയുടെ കണ്ണിൻ്റെ കെട്ടഴിച്ചപ്പോൾ ആദിയുടെ അമ്മ ആദിയുടെ കണ്ണിൻ്റെ മുൻപിലുണ്ടായിരുന്നു. ആദിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ആ ഒരു ക്ലൈമാക്സ് എപ്പിസോഡിലാണ് അത് കണ്ടിട്ട് രേവതി വരുന്ന ക്ലൈമാക്സ് എപ്പിസോഡിലാണ് ഇന്നലത്തെ ചെമ്പന്നീർപ്പൂ അവസാനിച്ചത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ രേവതി വരുന്ന നോക്കുമ്പോൾ ആദിയും ശ്രുതിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ശ്രുതി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സച്ചി പെട്ടെന്ന് കടന്നു വരുമ്പോൾ രേവതി നിൽക്കണമ്പോൾ സച്ചി നിൽക്കണു. സച്ചി നോക്കുമ്പോൾ സച്ചിയും കാണുന്നു അത്. അപ്പോൾ ഇവർ രണ്ടുപേരും ആകെ ഞെട്ടലാണ്. അപ്പോൾ ഇവരെ കണ്ടത് രേവതിനെയും സച്ചിനെയും ശ്രുതി കണ്ടിട്ടില്ല. ശ്രുതിയുടെ അമ്മ കാണുന്നു. അപ്പോൾ പെട്ടെന്ന് ആ രേവതി വന്നോ എന്ന് ചോദിക്കണം. അപ്പോൾ ശ്രുതി ആദ്യനെ ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് ശ്രുതി നീറ്റിക്കുമ്പോൾ രേവതി പറയാണ്, ശ്രുതി നീ എത്ര സ്നേഹമായിട്ട് ആദ്യയോട് പെരുമാറുന്ന, ആദ്യനെ കെട്ടിപ്പിടിക്കും തലോടൊക്കെ ചെയ്യണം എന്നുള്ളൊരു അമ്മയുടെ വാത്സല്യത്തോടെയാണല്ലോ നീ ആദ്യയോട് പെരുമാറുണ്ടായിരുന്നത്. ഒരു അമ്മയുടെ വാത്സല്യത്തോടെയാണല്ലോ നീ ആദ്യയോട് പെരുമാറുണ്ടായിരുന്നത്. നീ എത്ര സ്നേഹത്തോടു കൂടിയിട്ട് അവനോട് പെരുമാറണം. അപ്പോൾ ശ്രുതിയുടെ അമ്മ വിമല പറയുകയാണ്, അതെന്താണെന്നറിയാം, 2 ദിവസമായില്ലേ ആദ്യം ശ്രുതിയായിട്ട് കൂട്ടുകൂടണു, ശ്രുതി ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്തല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ഈ ആദ്യം അമ്മയെന്ന് വിളിക്കുന്ന കേട്ടല്ലോ എന്ന് പറഞ്ഞു രേവതി. അപ്പോൾ അത് അത്രയും സ്നേഹമായതുകൊണ്ട് അവൻ്റെ വായെന്ന് അറിയാതെ വന്നു പോയതാണെന്ന് പറയാം. അപ്പോൾ സച്ചി ഇതൊക്കെ കാണുമ്പോൾ സച്ചി പറയും, പിള്ള മനസ്സിൽ കള്ളല്ല എന്നാണ് പറയുക. ആദ്യനെ അവൾ സ്നേഹിച്ചതുകൊണ്ട് ആദ്യക്ക് അവളോട് സ്നേഹം ഉണ്ടായി. അമ്മയുടെ സ്ഥാനത്ത് ആദ്യം കണ്ടപ്പോൾ അതിനർത്ഥം ആദ്യയുടെ അമ്മയുടെ കൂടെ ജീവിക്കാൻ ആദ്യയുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ. നിങ്ങൾ വിമലാൻ്റി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മോളോട് നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ. കുട്ടീനെ നോക്കിയിട്ട് കുട്ടിയുടെ കൂടെ നിന്നിട്ട് നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ വിമലാൻ്റി എന്ന് പറയണം. അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്, ഞങ്ങൾ സംസാരിക്കാൻ, വിമലാൻ്റിയുടെ മോളെ ഫോൺ വിളിക്കാൻ, ഞങ്ങൾ സംസാരിക്കാമെന്ന് പറയുമ്പോൾ ആകെ പെട്ട് നിൽക്കുകയാണ് വിമലയും ശ്രുതിയും കൂട്ടിയിട്ട്. അപ്പോൾ വിമല പറയാണ്, അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങുക, ഈ സമയത്ത് അവളെ ശല്യപ്പെടുത്തേണ്ട സച്ചി, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ വീണ്ടും പറയണം, ഞങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പറയുമ്പോൾ വേണ്ട സച്ചി, ഞാൻ സംസാരിച്ചോളാം പറഞ്ഞിട്ട് വിമല എല്ലാ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രുതി രക്ഷപ്പെട്ട ഭാഗത്തിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഡിസ്ചാർജ് ഇതാക്കിയാനുള്ള ബില്ല് വന്നപ്പോൾ സച്ചി പറയും, ഞാൻ ബില്ല് അടച്ചിട്ട് വരാമെന്ന് പറയും. വേണ്ട സച്ചി, ഞാൻ അടച്ചോളാം പറയുമ്പോൾ വേണ്ട ആൻറ്റി, ഞാൻ അടച്ചോളാം പറഞ്ഞിട്ട് സച്ചി ബില്ലൊക്കെ അടച്ചിട്ട് തിരിച്ചു വന്നു. എന്നാൽ ശരി നമുക്ക് ഇറങ്ങാമെന്ന് പറയാണ് വിമല. അപ്പോൾ ഇറങ്ങാമെന്ന് പറയുമ്പോൾ അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, പാർലേട്ടത്തി നിന്നെ ഇവൻ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ, പിള്ള മനസ്സിൽ കള്ളല്ലേ എന്ന് പറയാം. പക്ഷെ നിൻ്റെ മനസ്സിൽ വലിയ കള്ളങ്ങളുടെ ഉസ്താദാണ് നീ, അതുകൊണ്ടല്ലേ മുന്നിൽ ഇരുന്ന് സ്നേഹിച്ചിട്ട് ഈ കുട്ടീനെ പറഞ്ഞു വിടാൻ നീ തിരക്ക് കാണിച്ചത്, ഈ പഠിച്ച കല്യാണമെന്നൊക്കെ പറയാണ്. എന്നിട്ട് അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങാൻ അപ്പോൾ ഞങ്ങൾ പൊക്കോളാം പറയുമ്പോൾ വേണ്ട ആൻറ്റി, ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങൾ കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടിയിട്ട് വിമലേനെയും കുട്ടീനെയും കൂട്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന സമയത്ത് രേവതി പെട്ടെന്ന് തിരിഞ്ഞിട്ട് ശ്രുതിയോട് ചോദിക്കും, ശ്രുതി ഞങ്ങൾ ബില്ലടയ്ക്കാൻ പോയ സമയത്ത് ശ്രുതിയോട് മോളെ പറ്റിയിട്ട് എന്തെങ്കിലും ആൻറ്റി പറഞ്ഞു നോക്കുമ്പോൾ ഇല്ല പറയും, ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചതാണ് എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി ശ്രുതി ഞങ്ങൾ പോവാം. ശ്രുതി എന്താ പോവാത്ത വയ്ക്കുമ്പോൾ പറയാം, എനിക്കിവിടെ ഒരു മാനേജറെ കാണാണ്ട് പറയാം. ശ്രുതി മാനേജറെ കാണാതിരിക്കല്ലേ, ഞങ്ങൾ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിയും സച്ചിയും വിമലയും ആദ്യം കൂട്ടിയിട്ട് പോകും. അപ്പോൾ ആദ്യം പോണ പോക്കിൽ സച്ചിയുടെ തോളത്ത് കിടന്നിട്ട് ശ്രുതിക്ക് ടാറ്റ കൊടുക്കാൻ. അങ്ങനെ ശ്രുതിക്ക് മനസ്സാകെ കലങ്ങി സങ്കടമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രോദയത്തിലത്തെ ഭാഗമാണ് കാണിക്കുന്നത്. ചന്ദ്രോദയത്തിൽ അങ്ങനെ രേവതി സച്ചിയൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസത്തെ ഭാഗം കാണിക്കുന്നത് അച്ഛൻ ഓട്സ് കഴിക്കണം. ഓട്സ് കഴിച്ച് നീച്ചിട്ട് മോളെ എനിക്കിന്നൊരു കല്യാണം ഉണ്ട്, ഞാൻ കല്യാണത്തിന് വേണേൽ ലേറ്റായി വരുമെന്ന് പറയാണ് രേവതിയോട്. അപ്പം സച്ചി വന്നിട്ട് ചോദിക്കും, എന്നെന്താ അച്ഛൻ ഓട്സാണോ കഴിച്ച് ചോദിക്കുമ്പോൾ അതെ എനിക്കിന്നൊരു. അപ്പോൾ രേവതി പറയും, അച്ഛന് ഓട്സ് മതി പറയാം. എന്നാൽ എനിക്ക് ഓട്സ് മതി പറയാം. അയ്യോ ഓട്സ് കഴിഞ്ഞത് സച്ചിയേട്ടാ, ഞാൻ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ അച്ഛനെ എവിടേക്ക് എത്ര സുന്ദരനായിട്ട് ചോദിക്കുമ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ടറാ, കുറച്ച് ദൂരെയാണ്, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. ഇത്തിരി ലേറ്റ് ആവട്ടെ വരാമെന്ന് പറയും. രേവതിയുടെ മോളെ ഇനി ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ എവിടെയാണ് മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയണം രേവതിയോട് രവീന്ദ്രൻ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോഴേക്ക് ചന്ദ്രൻ വന്ന് ചോദിക്കും, നിങ്ങളെന്താ ഇപ്പോൾ പുതിയ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണോ നടക്കാൻ പോണത്, ഇപ്പോഴത്തെ മോഡൽ ഇങ്ങനെ ആക്കിയോ എന്നൊക്കെ ചോദിക്കാണ് ചന്ദ്രൻ. അപ്പോൾ പറയാം, ഞാൻ പറഞ്ഞല്ലേ ചന്ദ്രൻ നിന്നോട് എനിക്കൊരു കല്യാണമാണ്, ഞാൻ കല്യാണത്തിന് പോകുന്നു ചന്ദ്രൻ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. അയ്യോ ഞാനതങ്ങ് പറഞ്ഞാൽ നീ ഇപ്പോൾ ഈയിടെയായിട്ട് എല്ലാം മറക്കണുണ്ട് എന്ന് പറയാണ്. അത് പറഞ്ഞിരിക്കുന്ന സമയത്ത്
സച്ചി പറയണം അച്ഛാ കല്യാണത്തിന് പോയിട്ട് അച്ഛൻ എൻജോയ് ചെയ്തിട്ട് തന്നെ വരണം എന്നൊന്നുമില്ല ഫ്രണ്ട്സ്. വേറെ ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ യൂണിയൻ ഓഫീസിൽ നിന്ന് ആൾക്കാരുണ്ട് പറയും അച്ഛൻ അവരുടെ കൂടെ എൻജോയ് ചെയ്തിട്ട് അച്ഛൻ സുന്ദരമായിട്ട് എൻജോയ് ഒക്കെ ചെയ്തിട്ട് വന്നാൽ മതിയിട്ട് അച്ഛൻ ഓടിപ്പടഞ്ഞ് വരുമൊന്നും വേണ്ട ഓടിപ്പടഞ്ഞ് വരുമൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര അപ്പോൾ നിങ്ങളിന്ന് വരില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് സച്ചി ഇതൊക്കെ പറയുന്നത്. അച്ഛാ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വല്ല പെണ്ണുങ്ങളുണ്ടെങ്കിൽ നോക്കിക്കോ, അച്ഛന് നല്ലൊരു പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചാലും ഞാൻ നടത്തി തരാമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ അച്ഛനൊരു നല്ല സന്തോഷ ജീവിതം കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണ കണ്ടില്ലേ രവിയേട്ട അവൻ അപ്പോഴും എന്നെ കുത്തുന്നത് കണ്ടില്ലേ അവൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കുഞ്ഞു കുട്ടികളുടെ പോലെ പറയാണ്. എൻ്റെ ചന്ദ്രൻ നീ ഒന്നും മിണ്ടാത്ത സച്ചി എനിക്ക് നീ ഇത്തിരി സ്വയം താടാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ കല്യാണത്തിന് പോകാൻ നിൽക്കണു. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി ചിരിക്കുമ്പോൾ നീ അവരുടെ കൂടെ ഞാൻ എന്നെ പറയുന്നതൊക്കെ കേട്ടിട്ട് നീ ചിരിക്കുകയാണല്ലോടി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ശരിക്കും ഭ്രാന്താണ് മറ്റേ രേവതി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആദീനെ കൊണ്ടുപോയാക്കി വിമലേനെ ആദീനെ കൊണ്ടുപോയാക്കി രവീന്ദ്രൻ കല്യാണത്തിന് പോവാണ്. കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങണു. അങ്ങനെ രേവതീനെ കിട്ടാവുന്ന സമയത്ത് മുഴുവൻ ചന്ദ്രമതി രേവതീനെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനത്തെ സമയത്താണ് ഇന്നത്തെ ചന്മ നേർപ്പൂവിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്